പ്രൈസ് ദി ലോർഡ്. ഞാൻ സെഹിയോൻ്റെ ഈ ഹോളിൽ ആദ്യമായിട്ടാണ് പറയാനായിട്ട് കയറിയത്. ഒരല്പം ഭയമൊക്കെ ഉണ്ട് എനിക്ക്. ഞാൻ 95-ലാണ് ആദ്യമായിട്ട് ധ്യാനം കൂടാൻ പനക്കലച്ചൻ്റെ അടുത്ത് പോയത്. അപ്പോൾ ആ അവസരത്തിൽ തോമസ് ബ്രദറിനെ പറ്റി ഇങ്ങനെ കത്തി ആൾ നിൽക്കണ സമയമാണ്. അപ്പോൾ എനിക്കെൻ്റെ ഉള്ളിലുണ്ട്, എനിക്കൊരു ധ്യാനം കൂടണം. തോമസ് പോളിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ആരാണെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ആത്മീയതയില്ലാതെ ഒരല്പം മദ്യമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാനോട് പറഞ്ഞു, എടാ ഒരു ധ്യാനം നമുക്ക് പോയി കൂടാ. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്കിൾ വരികയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഒരു ധ്യാനം കൂടി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഒരു ധ്യാനം കൂടാൻ പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ജനാവലി, അപ്പോൾ കിടക്കാനൊന്നും സ്ഥലമില്ല. എന്നിട്ട് ലോഡ് കണക്കിന് പായ കൊണ്ടുവന്നിട്ട് താഴെ ഇങ്ങനെ പായ വിരിയണം. അപ്പോൾ ഒരു ലോഡ് പായ വരുമ്പോൾ ആളിൽ പിടിച്ചു പറയായിട്ട് ഞങ്ങൾ ആ ബാത്റൂമിൻ്റെ സൈഡിലാണ് കിടന്നുറങ്ങിയത്. അങ്ങനെ അത് ആ ധ്യാനമൊക്കെ കൂടി. അപ്പോൾ എനിക്കിങ്ങനെ വചനം പഠിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്നല്ലാതെ വേറൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഈ തോമസ് ബ്രദറിൻ്റെ ധ്യാനമെന്ന് പറഞ്ഞ് കണ്ടപ്പോഴേക്കും എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് എൻ്റെ ഉള്ളങ്ങൾ ആന്തിപ്പോയി. ഞാൻ പ്രതീക്ഷിക്കാതെ വന്ന്. അപ്പോൾ ഞാനങ്ങനെ ആ ധ്യാനം കൂടി കഴിഞ്ഞ് ജ്യേഷ്ഠൻ്റെ മകനെ ദൂരെ ഇരുത്തിയിട്ട് ഞാൻ ധ്യാനം കൂടി. ആ ധ്യാനം കഴിഞ്ഞതിന് ശേഷം അവൻ ശരിക്കും ദൈവകൃപയിലായി. അവൻ മദ്യപാനമൊക്കെ നിർത്തി നല്ലൊരു മകനായി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ മകൻ ഇപ്പോൾ സ്വർഗത്തിലാണ്. അവൻ 33 വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ ആ ഒരു ദുഃഖം എനിക്കുണ്ടായിരുന്നു വളരെ. പക്ഷേ അവന് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ബ്രദറിൻ്റെ ധ്യാനം 3 ദിവസം കൂനമാവലി ഞങ്ങളവിടെ നടത്തിയപ്പോൾ ബ്രദർ പറഞ്ഞ് 3 ദിവസം എനിക്കൊന്നും ആവില്ല. അപ്പോൾ അന്ന് അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ട് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയും വന്നു കഴിഞ്ഞ് ഞാനറിയുന്നില്ല. ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്ന് തോമസ് ബ്രദറിൻ്റെ ധ്യാനം പറഞ്ഞപ്പോൾ കുറേയും കൂടി സന്തോഷമായി. പക്ഷേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവ ഊർജ്ജസ്വമാണ്, ഇരുതവണക്കാർ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും ഒക്കെ തുളച്ചു കയറണമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. ദൈവത്തിന് നന്ദി. കുറേയും കൂടി കൂടുതൽ ദൈവകൃപയിൽ വളരാനായിട്ട് ആഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.